ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മന്തി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീഫ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് കിട്ടുന്ന ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതും ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രൈ ലെമണും, ഒരു മാഗി ക്യൂബും, 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ അരിയിലാണ് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ബീഫ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല. നമുക്ക് ഈ മുകളിലുള്ള ഈ എണ്ണ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബീഫ് വെന്തതിന് ശേഷം അതിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന എണ്ണയാണ് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി വെന്ത് കിട്ടിയിട്ടുള്ള റൈസ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചൊന്ന് ഒരൊറ്റ വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കരുത്. റൈസും ബീഫും ഒക്കെ വെന്തതായതുകൊണ്ട് ഒരൊറ്റ വിസിൽ മാത്രം മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ ബീഫ് മന്തി റെഡിയാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ബീഫ് മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.